ഹായ്, നമുക്കറിയാം LSTയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് LSTയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസും അതുപോലെ തന്നെ LSTയുടെ മെയിൻസിൻ്റെ സിലബസും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ തൊട്ട് പഠിച്ചു വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിവിഷൻ എന്നൊരു സംഭവം മാത്രമേ അതിന് അഡീഷണൽ വരത്തുള്ളൂ. അതല്ല, നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ഇതുവരെ LSTA എന്നുള്ളൊരു പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഏതൊക്കെ ബുക്സ് ഫോളോ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം വളരെ കുറച്ച് സമയമുള്ളൂ, 3 മാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുൾ ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് അങ്ങനെ തന്നെ വായിക്കുക. അതർവൈസ് ഞാൻ ഈ പറയുന്ന കുറേ ടെക്സ്റ്റിൻ്റെ ലിസ്റ്റ് ഞാൻ പറയും. ആ ടെക്സ്റ്റിൻ്റെ നോട്ട്സ് മാത്രം എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി, ഞാൻ പറഞ്ഞു ഈ പറയുന്ന സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കിന് LSTIക്ക് നമ്മുടെ SI പോലീസിനും സിമിലർ തന്നെയാണ്. ഡിഗ്രി പ്രിലിംസിനെല്ലാം ഈ പറയുന്ന സിലബസ് തന്നെയാണ്. ഇതാണ് സിലബസ് നോക്കി. അപ്പോൾ ഇതാണ് സിലബസ് നോക്കിയിരിക്കുക. സിലബസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ PDF ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കി, നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, SSCRT ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ബേസ്മെൻ്റ് ആയിരിക്കണം. ബിക്കോസ് അതില്ല നമ്മൾ അഡീഷണൽ ബുക്സ് വായിച്ചാൽ മനസ്സിലാക്കാൻ ഇച്ചിരി പാടിച്ച ഒന്നാമത്തെ പ്രശ്നം. പിന്നെ പറയുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നും. കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ SSCR ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പം അത് പഠിക്കാതെ, നിങ്ങളിപ്പം നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് എല്ലാം പഠിച്ചിട്ട് SSCRT മാത്രം പഠിക്കാതെ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്യാൻ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. കാര്യം അതിനകത്ത് കുറേ ക്വസ്റ്റൻ SSCRT ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഹിസ്റ്ററിയുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒന്ന് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്ററിയുടെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററി പഠിക്കാൻ ഞാൻ പറഞ്ഞു. SSCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് കേരള ഹിസ്റ്ററിയുടെ സെക്ഷൻ ഉള്ളതാണ്. അത് കൂടാതെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ്. ശ്രീധര മേനോന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇച്ചിരി വലിയ ബുക്കാണ്, പക്ഷേ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ഈ ബുക്ക് നോക്കിയാൽ അറിയാം എന്താണ് നമ്മുടെ സിലബസ് അതുപോലെ തന്നെ അതിന് ഇൻഡെക്സിൽ കാണും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ബുക്ക് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള +1 +2 ഹിസ്റ്ററിയുടെ ബുക്ക്. അത് SSCRTയുടെ ബുക്ക് തന്നെ വായിക്കുക. NCRTയുടെ ബുക്ക് എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററിയുടെ ഒരു സെക്ഷൻ നമ്മുടെ NCRT ബുക്കിനകത്ത് വരത്തില്ല. അതുകൊണ്ട് SSCRTയുടെ +1 +2 കേരള ഹിസ്റ്ററി ടോപ്പിക്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ ടോപ്പിക്ക് നമ്മൾ ഗൂഗിൾ ചെയ്താൽ ടെക്സ്റ്റ് കിട്ടും. ആ ടെക്സ്റ്റിൻ്റെ ആ പറഞ്ഞ ചാപ്റ്റർ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററിയുടെ സെക്ഷൻ നിങ്ങൾ പോകുന്ന ടെക്സ്റ്റ് ഇതാണ്. അത് കേരള ഹിസ്റ്ററി സെക്ഷൻ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളിപ്പം ആസ് ഓഫ് നൗ പ്രിലിംസിന് എന്തുണ്ട്, നമ്മൾ ഈ പറഞ്ഞ മെഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക് ഉള്ളതാണ്. മെയിൻസിന് മെഡീവൽ ഇന്ത്യ എന്നൊരു സെക്ഷൻ ഇല്ല. അപ്പോൾ പ്രിലിംസിന് മെഡീവൽ ഇന്ത്യ എന്നൊരു സെക്ഷന് വേണ്ടി മാത്രം ഉള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് MA ഹിസ്റ്ററിയുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ എന്ന ഒരു സംഭവമുണ്ട്. മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത് MA ഹിസ്റ്ററിയുടെ ബുക്കാണ്. നല്ല ടെക്സ്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു 190 സംതിങ് പേജസ് ഉള്ളൊരു ബുക്കാണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് കഥ പോലെ ഓർത്തിരിക്കാൻ നിങ്ങളൊരു ഫാസ്റ്റ് റീഡർ ആണെങ്കിൽ ഈ ബുക്ക് വായിച്ച് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് മാത്രം പഠിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള MA ഹിസ്റ്ററിയുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഫോളോ ചെയ്യേണ്ടത്. ഇതെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു സെക്ഷൻ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ബുക്കാണ് നമ്മൾ എടുക്കുന്നത്. സ്പെക്ട്രത്തിൻ്റെ ഈ ബുക്കാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നത്. ഇച്ചിരി വലിയ ബുക്കാണ്, പക്ഷെ നമുക്കറിയാം, നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സെക്ഷൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഇതൊന്ന് വൃത്തിക്ക് പഠിക്കും. ഇതാണ് സ്പെക്ട്രത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബുക്കാണ്. 2020 എഡിഷൻ ആണ് ഇതിൻ്റെ. ഈ ബുക്ക് 2020 എഡിഷൻ ആണ്. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ്, സ്പെക്ട്രത്തിൻ്റെ ബുക്ക്. ഇത് കൂടാതെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കും NCRTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്, ഗാന്ധിയൻ സ്റ്റഡീസിന് ഒരു സെക്ഷൻ തന്നെ ഉള്ളതാണ്. ഗാന്ധിയൻ സ്റ്റഡീസിനൊരു സെക്ഷൻ തന്നെ സെപ്പറേറ്റ് ഉള്ളതാണ്. ഇതെല്ലാം NCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അത് തന്നെ നോക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി വേൾഡ് ഹിസ്റ്ററിയുടെ സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ SSCRT ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുക. വേറെ ഒന്നും വേൾഡ് ഹിസ്റ്ററിക്ക് പഠിക്കാൻ പോകേണ്ട. കാര്യം KS അല്ലല്ലോ. നിങ്ങൾ തൽക്കാലത്തേക്കല്ല, ഈ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററിക്ക് SSCRT ടെക്സ്റ്റ് ബുക്ക് മാത്രം മതി. ഈ പറഞ്ഞ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടനിലുള്ള റെവല്യൂഷൻ അല്ല, ബാക്കി അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ, ചൈന, ലാറ്റിൻ അമേരിക്ക എന്നുള്ള സെക്ഷൻ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. അത് അതുപോലെ പഠിക്കുക. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി അതൊന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിലെ
CBSE ബുക്കിനകത്ത് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് നിറച്ച് ഇത് മാത്രമാണ്. അവർക്ക് ഒരു ടെക്സ്റ്റ് മൊത്തം ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടി ടെക്സ്റ്റ് ഉള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ SSCRT പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് നിർബന്ധമില്ല, SSCRT ടെക്സ്റ്റ് തന്നെ കറക്റ്റ് പഠിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി എന്നൊരു സെക്ഷന് വേണ്ടിയിട്ടുള്ള ബുക്സ് ഇതൊക്കെയാണ്. ഇനിയുള്ള ജോഗ്രഫി എന്നൊരു സെക്ഷനാണ് അല്ലേ. ഈ ജോഗ്രഫിക്കാരെന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ഫിസിയോഗ്രഫി ഉണ്ട്. 2 ടോപ്പിക്സ് ആണ്. അതിന്റെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. കേരള ജോഗ്രഫി ഞാൻ ബുക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബുക്ക് ടെക്സ്റ്റിനകത്താണെങ്കിൽ കൂടി SCRT അത് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ കേരള ജോഗ്രഫിയെ കുറിച്ച്. അപ്പം നിങ്ങൾ കേരള ജോഗ്രഫി അല്ലാതെ പഠിക്കുക. നമ്മൾ ഈ പറഞ്ഞ ബേസിക്സ് ഓഫ് ജോഗ്രഫിക്കും ഇന്ത്യൻ ഫിസിയോഗ്രഫിക്കും ഉള്ളത് ബുക്ക് എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി ആണെങ്കിൽ +1 ഒരു ടെക്സ്റ്റ് ഉണ്ട്. ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്നൊരു ടെക്സ്റ്റ് +1 അത് കൂടാതെ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കും NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ റോക്സ് ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക്സ്, റോക്സിന്റെ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് എന്നൊരു സെക്ഷൻ ഈ പറഞ്ഞിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ മാപ്പിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് SSCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. സ്റ്റാൻഡേർഡ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്പെക്ട്രത്തിന്റെ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ഉള്ളതാണ്. അതെന്റെ PDF എൻ്റെ ഇല്ല. ജോഗ്രഫിയുടെ സ്പെക്ട്രത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണ്. കൂടാതെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കുണ്ട്, മാജിദ് ഹുസൈന്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കുണ്ട്. അത് മഗ്രൂഹിൽ പബ്ലിക്കേഷൻ, സ്പെക്ട്രത്തിനല്ല, നമുക്കറിയാം മഗ്രൂഹിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ബെറ്റർ ആണ്. മാജിദ് ഹുസൈന്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കുണ്ട്, അത് മഗ്രൂഹിൽ പബ്ലിക്കേഷനാണ്. ആ ഒരു ബുക്ക് നോക്കുക. ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ലൊക്കേഷൻ, അതിന്റെ ഫിസിയോഗ്രഫി, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, അങ്ങനെ കുറച്ച് ക്ലൈമറ്റ്, അങ്ങനെ ഒരു 4-5 ടോപ്പിക്സിന്റെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത്, ലിങ്കിനകത്തുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ജോഗ്രഫി പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എന്താണ് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്നുള്ള സംഭവം ആ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്നുള്ള ഒഴിച്ച് ബാക്കി ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അറിയാം, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ NCERT ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഈ പറഞ്ഞ. അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി കഴിഞ്ഞില്ല. ഇനിയുള്ളത് എക്കണോമിക്സിന്റെ സെക്ഷനാണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുക്കുണ്ട്, ശ്രീറാം ASന്റെ ഇന്ത്യൻ എക്കോണമി എന്നൊരു ബുക്ക് ഉള്ളതാണ്. ഇത് ഡയറക്റ്റ് വായിച്ചാൽ മനസ്സിലാകത്തില്ല ഈ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇതേ സംഭവം നിങ്ങൾ ഈ ഓരോ ടോപ്പിക് വൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് ക്ലാസ് ഇന്നതെന്ന് അടിച്ചു. ക്ലാസ് അടിക്കുക പോലും വേണ്ട, CBSE ടെക്സ്റ്റിനകത്ത് ഉള്ളതായതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് അതിൻ്റെ PDFന്റെ ലിങ്ക് വരും ആ ചാപ്റ്റർ വൈസ്. അതൊന്ന് വായിച്ച് നോക്കുക. എല്ലാം കൂടെ ഒന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നീതി ആയോഗിന്റെ സെക്ഷൻ, അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ, അതിൻ്റെയൊക്കെ സെക്ഷൻ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് പഠിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഈ ടെക്സ്റ്റ് വായിച്ചാൽ മതി. ഇത് സമയം ഉണ്ടെങ്കിൽ മാത്രം വായിക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ, അതുപോലെ ടാക്സ്, നമുക്കറിയാലോ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, അതുപോലെ ബജറ്റ് എന്നൊക്കെ ഒരു സെക്ഷൻ, അതുപോലെ എന്താണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്നൊക്കെ ഉള്ള ഒരു സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്. അതാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ. ഇനി എന്ന് പറയുമ്പോൾ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ്, അത് മാത്രം മതി. ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ചെയ്യേണ്ടത് SSCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. ഒരു 3 ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ്, പിന്നെ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അങ്ങനെ കുറേ സെക്ഷൻസ് മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സ് ഒരു സെക്ഷനൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സ് SSCRTക്ക് അകത്തില്ല. ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്ക് SSCRTക്ക് അകത്തുണ്ട്. നല്ലപോലെ തന്നെ അകത്തുണ്ട്. അത് ആദ്യം പഠിക്കുക, എന്നിട്ട് വേണം കോൺസ്റ്റിറ്റ്യൂഷൻ +1 +2 NCERTക്ക് അകത്ത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബുക്കുണ്ട് ഫുള്ളായിട്ട് കേട്ടോ. ആ ഒരു ബുക്ക് ഉണ്ട്, അത് നോക്കുക. എന്നിട്ട് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് വായിക്കുക. അല്ലെങ്കിൽ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിനെ വായിച്ചെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ ഒരാൾ പറഞ്ഞു തരാതെ ആ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. പക്ഷേ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇത് റിവൈസ്ഡ് എഡിഷൻ, ഇച്ചിരി പഴയ എഡിഷനാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് വായിച്ചിട്ട് ഇച്ചിരി നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം വായിച്ചു പോവുക. ബാക്കി എന്താണ് എനിക്ക് തോന്നുന്നു NCERT ബുക്ക് വായിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള ബുക്ക്. അതുപോലെ തന്നെ ഇപ്പം സിവിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലും സിവിക്സിന്റെ സിലബസിനകത്ത് ഗവേണൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴും ഇതേ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള സിവിക്സിന്റെ ഇനീഷ്യൽ പോർഷൻസ് ഈ ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതാണ്. അതിനകത്ത് ബാക്കി വരുന്ന ഓരോ ലോയും, ഞാൻ ആ ടെക്സ്റ്റിന്റെ പേര് എൻ്റെ കയ്യിൽ PDF ഇല്ല, അത് IAS
മാത്സിന് വേണ്ടി പഠിക്കുന്ന ഒരു ബുക്കുണ്ട്, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് തന്നെ ഉള്ളതാണ്. ആ ആക്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹിസ്റ്ററിക്കകത്ത് മാത്രമുള്ളതല്ല, ജോഗ്രഫിക്കകത്ത് ഇങ്ങനെ ഒരു സ്പെസിഫിക് സബ്ജക്ട് ബേസ്ഡ് അല്ല ബുക്ക്. ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സിനകത്തും അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആക്ട്, ലോ ഒക്കെ വരുന്ന ഒരു ബുക്ക് ഉള്ളതാണ്. എൻ്റെ കയ്യിൽ PDF ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, RTA ആക്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ PDF നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് ഇതിന്റെ ഒറിജിനൽ PDF നിങ്ങൾക്ക് കിട്ടും. അതല്ല അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓരോ ആക്ടിനെ കുറിച്ചും നോട്ട്സ് മാത്രം ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ദൃഷ്ടി IAS നോട്ട് നല്ലതാണ്, പക്ഷെ നോക്കുക അവിടെ നിങ്ങൾ ഒന്ന് നോക്കണം. കാര്യം അവർക്ക് ചിലപ്പം പ്രിന്റിംഗ് മിസ്റ്റേക്സ് വരാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആക്ട്സ് പഠിക്കാവൂ കേട്ടോ. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഇപ്പം വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം സിവിക്സ് പഠിക്കാൻ. ഇനിയും സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ഒരു ഫുൾ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശങ്കർ IASന്റെ എൻവയോൺമെന്റ് ഒരു ബുക്കുണ്ട്. എന്താണ് ഇനി സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 2 ഡിവിഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ഇസ്രോയുടെയും DRDയും വരുന്നൊരു സെക്ഷനാണ്. ഇസ്രോയും DRDയൊക്കെ ഒഫീഷ്യൽ സൈറ്റ്സ് ഉള്ളതാണ്. അത് അവിടെ നിന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള മിസൈൽസിന്റെ പേരും സാറ്റലൈറ്റ്സിന്റെ പേരൊക്കെ ഇസ്രോയുടെ സൈറ്റിലാണെങ്കിൽ അതുണ്ട്, DRDയുടെ സൈറ്റിലാണെങ്കിൽ അതുള്ളതാണ്. ഈ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി സെക്കൻഡ് സെക്ഷൻ എൻവയോൺമെന്റ് എന്നൊരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ശങ്കർ IASന്റെ എൻവയോൺമെന്റ് എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ഇച്ചിരി വലിയ ടെക്സ്റ്റ് ആണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഫുൾ ടോപ്പിക് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എന്താണ് എൻവയോൺമെന്റ് ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി, അങ്ങനെ പറഞ്ഞ എല്ലാ സെക്ഷനും ഉള്ളത് ശങ്കർ IASന്റെ എൻവയോൺമെന്റ് എന്നുള്ള ബുക്കാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് എടുത്ത് പഠിക്കുക. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സെക്ഷൻ. കമ്പ്യൂട്ടർ സയൻസ് SSCRTയുടെ IT ബുക്ക് പഠിക്കുക. +1 +2 എന്ന് പറയുമ്പോഴത്തേക്കിന് NCERT ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ് പ്രോഗ്രാം ബേസ്ഡ് ആണ് ബുക്ക് കേട്ടോ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വേണ്ട. ഈ പറഞ്ഞിട്ടുള്ള SSCRT ബുക്ക് പഠിക്കുക. ഇനി മാത്സ് എന്നൊരു സെക്ഷൻ, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക, അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കണക്ട് ചെയ്തതിന് പഠിക്കുക. എന്നുവെച്ചാൽ അതിനകത്ത് ഓപ്ഷനിൽ വരുന്ന സംഭവങ്ങൾ നോക്കുക, അതിൻ്റെ മീനിങ് എന്താണ്, അങ്ങനെ പഠിക്കുക. നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ അറിയാനാണെങ്കിൽ ഗ്രാമർ എറർ വരത്തില്ല. പക്ഷേ വൊക്കാബുലറിക്ക് നമുക്ക് കിട്ടാതെ വൊക്കാബുലറി ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഇനി മാത്സിൻ്റെ സെക്ഷൻ, മാത്സിനകത്ത് നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നമുക്കറിയാം NCERT CBSEക്കാർക്ക് പഠിക്കാൻ വേണ്ടി ബ്രെയിൻലി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ബ്രെയിൻലി അത് ടോപ്പർ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെയൊക്കെ എന്താണെന്നറിയോ, നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ബ്രെയിൻലിക്കകത്തും ടോപ്പറിനകത്തും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഈ PSCക്ക് ചോദിക്കുന്ന മാത്സിന്റെ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിടപ്പുണ്ട്. കാര്യം അത് CBSEക്കാർക്ക് സ്കൂൾ എക്സാമിന് ചോദിക്കുന്നതാണ്, അവർക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണത്. അപ്പം നമ്മൾ മാത്സ് നിങ്ങൾ പഠിക്കുമ്പോൾ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള NCERT ബുക്ക് വെച്ച് തന്നെ പഠിച്ചു പോകും. ക്ലിയർ അല്ലേ? മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ കുറേ സെക്ഷൻ ഞങ്ങൾ കവർ ചെയ്തതാണ്. എന്ന് പറയുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും റിവൈസ് ചെയ്യാതെ എക്സാം എഴുതിയാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.